നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു പൊസിഷൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചെയ്തേക്കുന്നത് വിപ്രോയിലാണ്. നമ്മൾ ഈ ഓർഡർ ബ്ലോക്കിനെ കട്ട് ചെയ്ത് മുകളിൽ ക്ലോസിങ് തന്നപ്പോൾ അവിടെയാണ് നമ്മൾ എൻട്രി എടുത്തത്. അതിനുശേഷം ഓർഡർ ബ്ലോക്കിലേക്ക് ഒരു റീടെസ്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത് തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. 282.30 നമ്മൾ സ്റ്റോപ്പ് ലോസും വെച്ചിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഓൾറെഡി നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി 50 ഡൗൺ ട്രെൻഡിലാണ് ഉള്ളത്. അതിവിടെ പ്രീവിയസ് ഡേ ലോയിൽ സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ്. അതല്ല എങ്കിൽ നമുക്കത് മോശമായി ബാധിക്കുന്നതാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസിലേക്ക് അധിക ദൂരമൊന്നും ഇല്ല. അപ്പോൾ നമ്മളിവിടെ 1:2 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ടാർഗറ്റ് ചെയ്തേക്കുന്നത് 1:3.28 അതായത് നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കിന് തൊട്ട് മുന്നിലായിട്ട് നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓർഡർ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്ത സ്ഥിതിക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നില്ല എങ്കിൽ എന്തായാലും അടുത്ത ഓർഡർ ബ്ലോക്ക് ഹിറ്റ് ചെയ്യും എന്നതാണ് നമ്മളുടെ ഇപ്പോഴത്തെ പ്രതീക്ഷ. എന്തായാലും നമുക്കിനി മറ്റൊന്നും ചെയ്യാനില്ല. നമ്മൾ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും സെറ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാണ്. എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റി 50 ഇപ്പോൾ പ്രീവിയസ് ഡേ ലോയെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ അധികമായി കൂടിയിട്ടുണ്ട്. എന്ത് തന്നെ സംഭവിച്ചാലും കുഴപ്പമില്ല. നമ്മൾ ഡിസിപ്ലിൻ കൈവിടാതിരിക്കുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളതെന്ന് നമ്മൾ കഴിഞ്ഞ മാസവും കൂടെ കണ്ടു. കാരണം കഴിഞ്ഞ മാസം നമ്മൾ 10% പ്രോഫിറ്റിൽ നമുക്ക് ക്ലോസ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നതാണ്. പക്ഷേ നമ്മളത് ഓവർ ട്രേഡിങ് ലാസ്റ്റ് ഡേ വന്ന് ഓവർ ട്രേഡ് ചെയ്തതുകൊണ്ട് മാത്രം നമ്മുടെ ആ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 7.7% ചുരുങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ ഒരു ദിവസം അത് ചെയ്യാതിരുന്നെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ബെറ്റർ പ്രോഫിറ്റിൽ ഉണ്ടായിരുന്നേനെ. അപ്പോൾ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഡിസിപ്ലിൻ. ഇപ്പോൾ ഈ ഒരു ട്രേഡാണെങ്കിൽ പോലും നിങ്ങളിത് കണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുക. അതല്ലാതെ നിങ്ങൾ പോയിട്ട് ഇത് കണ്ടിട്ട് ചാടിക്കയറി ട്രേഡ് എടുക്കാനൊന്നും നിൽക്കേണ്ട. കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം സ്വന്തമായി കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം സ്വന്തം അഭിപ്രായത്തിൽ ട്രേഡ് എടുക്കുക. ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ലോസിന് തൊട്ടടുത്താണ്. ഇപ്പോൾ തന്നെ അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്ത് തന്നെ സംഭവിച്ചാലും നമുക്കൊന്നും ചെയ്യാനില്ല. അത് കൊടുത്തിട്ട് പോരുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ട്രേഡ് ഇവിടം കൊണ്ട് അവസാനിക്കുന്നുണ്ടാവും. ഫസ്റ്റ് 1 മിനിറ്റ് ആണ്. കഴിഞ്ഞൊരു ക്യാൻഡലിൻ്റെ ലോ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ തട്ടും. യെസ്, അപ്പോൾ ഇന്നത്തെ ട്രേഡ് കഴിഞ്ഞിരിക്കുവാണ്. അപ്പോൾ ലോസോടുകൂടി നമ്മൾ ഈ മാസം ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ മാസം ഏതാണ്ട് അതൊക്കെ തന്നെയായിരുന്നു. നമുക്ക് ആവറേജ് റിട്ടേൺ ഒരു 8%, 8.5% മന്ത്ലി കിട്ടുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്കത് കൃത്യമായിട്ടൊന്ന് ഡിസിപ്ലിനോടുകൂടെ ചെയ്തിരുന്നാൽ ബൈ ഡിഫോൾട്ട് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് 5 months നമ്മൾ ഉള്ളത് പ്രോഫിറ്റിലാണ്. ഇവിടം തൊട്ട് പിന്നീട് അങ്ങോട്ട് നമ്മൾ മന്ത് ക്ലോസ് ചെയ്തപ്പോൾ ലോസ് കണ്ടിട്ടില്ല. ഇത് ബ്രേക്ക് ഇവൻ ആയിരുന്നു ആ മാസം. ഇത് 11% ഉണ്ടായിരുന്നു. ഇവിടെ 14% ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാസം 7.7. അപ്പോൾ 2 ദിവസം നമ്മൾ ഓവർ ട്രേഡ് ചെയ്തിരുന്നു. അതായത് ഒരു ട്രേഡിലധികം ഈ 2 ദിവസം എടുത്തിരുന്നു. അതൊഴിവാക്കിയിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ കുറച്ചും കൂടെ നല്ല പ്രോഫിറ്റിലുണ്ടായിരുന്നേനെ. എല്ലാം അടക്കം ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നെറ്റ് ഈ ഒരു മാസം വരെ ലാസ്റ്റ് 5 months ആവറേജ് റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ 8.25% നെറ്റ് പ്രോഫിറ്റിലാണ് നമ്മളുള്ളത്. ഓക്കെ, ഇന്നിപ്പോൾ നിഫ്റ്റി 50 എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഒരു സ്റ്റോക്കേ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അതിലാണ് നമ്മൾ ഇന്ന് ട്രേഡ് എടുത്തത്. സോ ദാറ്റ് ഇപ്പോഴും അത് കൃത്യമായി, അതായത് നമ്മൾ ഇവിടെയാണ് എൻട്രി എടുത്തിരുന്നതെങ്കിൽ 0.5% താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മുടെ ഓർഡർ ബ്ലോക്കിൻ്റെ എഡ്ജിൽ നിന്നാണെങ്കിൽ ഇങ്ങോട്ടേക്കാണ് 0.5%. ആ സ്റ്റോപ്പ് ലോസ് ഇപ്പോഴും ഹിറ്റ് ചെയ്തിട്ടില്ല. സോ ദാറ്റ് നമ്മുടെ എൻട്രി കുറച്ച് തള്ളിയാണ് നമ്മൾ എടുത്തതെന്ന് ഒരു പ്രശ്നം അവിടെ കിടപ്പുണ്ട്. പിന്നെ മറ്റുള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ പവർ ഗ്രിഡ് നമ്മൾ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഇവിടെ ടച്ചിങ് തന്നതാണ്. പക്ഷേ നമ്മളവിടെ പോയിട്ട് എൻട്രി എടുത്തില്ല. പക്ഷേ നമുക്കറിയാം നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് അവിടെ ഹിറ്റ് ചെയ്യുമ്പോൾ റിവേഴ്സൽ എൻട്രി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്കത് കിട്ടും, അല്ലെങ്കിൽ അത് കിട്ടില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വന്ന് ഹിറ്റ് ചെയ്ത സമയത്ത് നമ്മൾ ആ എഡ്ജിൽ നിന്ന് തന്നെ 0.5% സ്റ്റോപ്പ് ലോസും വെച്ചിട്ട് എൻട്രി എടുത്തിരുന്നെങ്കിൽ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കിൽ അത് ഹിറ്റ് തന്നു കഴിഞ്ഞു. അതായത് 1:3 ഓൾറെഡി കിട്ടുമായിരുന്നു. സോ ദാറ്റ് ഒരു 10-400 രൂപ പ്രോഫിറ്റ് ഇപ്പോൾ നമുക്ക് ഉണ്ടാക്കാവുന്ന സ്ഥാനത്ത് നമ്മൾ 153 രൂപ ലോസിലാണ് നിൽക്കുന്നത്. അപ്പോൾ ധൈര്യം കാണിക്കുക എന്നത് നമ്മളിന്ന് കാണിച്ചില്ല. ഇനി BPCLലേക്ക് പോയി കഴിഞ്ഞാൽ
BPCLലും നമുക്കിവിടെ കാണാം ഈ ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്തതിന് ശേഷം അത് റിവേഴ്സ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ക്യാൻഡിൽ ക്ലോസിംഗ് തരണം. അത് തരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുവാണെങ്കിൽ, അതർവൈസ് ഇവിടെ കുറച്ചും കൂടെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ എൻട്രി എടുത്തിരുന്നെങ്കിലും അവിടെ പ്രശ്നമാകത്തില്ല. പക്ഷേ ഈ എഡ്ജിൽ തന്നെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുമായിരുന്നു. എനിവേ കുറച്ച് ഉള്ളിൽ നിന്നാണ് നമ്മൾ എൻട്രി എടുത്തിരുന്നതെങ്കിൽ നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് എൻട്രി എടുത്താൽ പോലും അത് സ്റ്റോപ്പ് ലോസ് അടിക്കുമായിരുന്നു. സോ ദാറ്റ് ഇതിനകത്ത് സ്റ്റോപ്പ് ലോസ് അടിച്ചായിട്ട് തന്നെ കണക്ക് കൂട്ടിക്കോളൂ. ONGCയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കൃത്യമായ ഒരു മൂവാണ്. ഫസ്റ്റ് ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബൈയിങ് സൈഡ് എടുത്താൽ സ്റ്റോപ്പ് ലോസ് അടിക്കും. സോ ദാറ്റ് ആ വോളാറ്റിലിറ്റി മാർക്കറ്റിൽ നിന്ന് നല്ലപോലെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എനിവേ ഒരുപക്ഷെ നമ്മൾ അടയാളപ്പെടുത്തി വെച്ചേക്കുന്ന ഓർഡർ ബ്ലോക്ക് കറക്റ്റ് അല്ലാത്തതിൻ്റെ ആവാം. അതല്ല എങ്കിൽ നമുക്കറിയാമല്ലോ, എല്ലായ്പ്പോഴും 100% ആക്യുറസി ഒന്നും ഒരു ട്രേഡിംഗ് സിസ്റ്റവും നമുക്ക് തരാൻ പോകുന്നില്ല. നമുക്കതിൻ്റെ ആവശ്യവുമില്ല. അതുകൊണ്ട് തന്നെ ഇതിലും സ്റ്റോപ്പ് ലോസ്. അപ്പോൾ പവർ ഗ്രിഡ് ഒഴിച്ച് ബാക്കി രണ്ടെണ്ണത്തിൽ സ്റ്റോപ്പ് ലോസ് ആണ് നമുക്കിന്ന് കൗണ്ട് ചെയ്യേണ്ടത്. NTPC നോക്കിക്കഴിഞ്ഞാൽ NTPCയിൽ ഇവിടെ വന്ന് ഫസ്റ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ എൻട്രി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പ്രോഫിറ്റ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ എൻട്രി എടുത്തു, സ്റ്റോപ്പ് ലോസ് 0.5% വെക്കുന്ന ഒരാൾക്ക് നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കിൻ്റെ തൊട്ടടുത്ത് വരെ പോയിട്ടുണ്ട്. 1:3 അവിടെ അയാൾക്ക് കിട്ടാനുള്ള എല്ലാ സാധ്യതയും കിട്ടിയിട്ടുണ്ട്. അത് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1:3 അവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. എനിവേ സ്റ്റോപ്പ് ലോസ് ഇതുവരെ ഹിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ രണ്ടെണ്ണത്തിൽ ടാർഗറ്റും രണ്ടെണ്ണത്തിൽ സ്റ്റോപ്പ് ലോസുമാണ് നമ്മളിപ്പോൾ കാണുന്നത്. വിപ്രോയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എടുത്ത എൻട്രി അത് നമുക്ക് ലോസ് അടിച്ചു എന്നിരുന്നാൽ പോലും ആക്ച്വലി എടുക്കേണ്ട പ്ലേസിൽ നിന്ന് കൃത്യമായി എൻട്രി എടുത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടില്ല. സോ ദാറ്റ് അതിപ്പോഴും ലൈവ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇത് മുന്നോട്ട് തന്നെ പോവുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ രണ്ടെണ്ണം സ്റ്റോപ്പ് ലോസ് അടിച്ചു, രണ്ടെണ്ണം ഇപ്പോൾ ടാർഗറ്റ് അടിച്ചത് നമ്മൾ കണ്ടു. വിപ്രോയും കൂടെ ആണെങ്കിൽ 3 ടാർഗറ്റ് അടിക്കും. ദാറ്റ് മീൻസ് ഈ ഒരു ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി നമുക്കൊരു നിയർലി 50% അല്ലെങ്കിൽ അതിന് മുകളിലൊരു വിൻ റേഷ്യോ ബൈ ഡിഫോൾട്ട് തരുന്നുണ്ട് എന്ന് മാത്രമല്ല, ഇതിൻ്റെ റിസ്ക് റിവാർഡ് നെക്സ്റ്റ് ഓർഡർ ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ അത് റിസ്ക് റിവാർഡ് കുറച്ച് ഹൈ റിസ്ക് റിവാർഡും തരുന്നുണ്ട്. എന്തൊക്കെ തന്നെയാണേലും നമ്മൾ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്കിന്ന് കിട്ടിയത് ലോസ് ആണ്. അപ്പോൾ അത് നമ്മൾ അംഗീകരിക്കുക. വിപ്രോയിലാണ് നമ്മൾ എടുത്തത്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. നമ്മളെടുത്തത് ബൈയിങ് പൊസിഷനാണ്. അപ്പോൾ ലോങ് എൻട്രി. അപ്പോൾ അങ്ങനെ നമ്മളുടെ ജേണൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഡേ നമ്മൾ വിപ്രോയിലെടുത്തത് അങ്ങനെ ലോസിൽ കലാശിച്ചിരിക്കുകയാണ്. 153 രൂപ ലോസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊണ്ട് നമ്മൾ ഈ ട്രേഡ് ഇന്നത്തെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ 2.56% നെറ്റ് ലോസാണ്. എന്നിരുന്നാൽ പോലും നമ്മൾ തുടങ്ങിയ അന്ന് മുതൽ ഇതുവരെ 180 ദിവസം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ മാസം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഏകദേശം നമ്മൾ പറയാറുള്ള നമ്മുടെ ടാർഗറ്റഡ് ആയിട്ടുള്ള 200 ദിവസം നമ്മൾ മിക്കവാറും കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആ 200 ദിവസത്തിൽ നമുക്ക് ടോട്ടൽ എന്ത് റിസൾട്ട് കിട്ടുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓൾറെഡി നമ്മൾ നിൽക്കുന്ന 43% വിൻ റേഷ്യോയിലാണ്. അപ്പോൾ 1:2 റിസ്ക് റിവാർഡ് വെച്ചിട്ട് 40% വിൻ റേഷ്യോ സഫീഷ്യൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ 101 ദിവസം ലോസും 79 ദിവസം നമ്മൾ പ്രോഫിറ്റുമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ മാസം നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 8 ദിവസം എങ്കിലും പ്രോഫിറ്റ്, ഇപ്പോൾ കഴിഞ്ഞ മാസം കിട്ടിയ പോലെ തന്നെ 8 ദിവസമെങ്കിലും നമുക്ക് പ്രോഫിറ്റ് എടുക്കണം. അത്രയും മതി, ധാരാളമാണ് നമുക്ക് പ്രോഫിറ്റിലേക്ക് വരാൻ. അത് നമ്മളെ ധാരാളം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത്രയെങ്കിലും എടുത്തുകൊണ്ട് വിൻ റേഷ്യോ കുറച്ചും കൂടെ കൂട്ടിക്കൊണ്ട്, ഇപ്പോൾ 1:3 എബോവ് ഒരു ആവറേജ് കിട്ടുന്ന രീതിയിലേക്ക് വിൻ റേഷ്യോ ഒന്ന് കൂട്ടാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ ശ്രമിച്ചുകൊണ്ട് 200 ദിവസം കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം ക്യാപിറ്റൽ കുറച്ച് കൂട്ടി അക്കൗണ്ട് കോമ്പൗണ്ടിങ്ങും കാര്യങ്ങളും നടത്തി അക്കൗണ്ട് വളർത്തുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം വരുന്നത്. അപ്പോൾ ഈ ഒരു ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയിലേക്ക് വന്നിട്ട് ഇപ്പോൾ 54% വിൻ റേഷ്യോ നമുക്ക് കിട്ടുന്നുണ്ട്. ഇന്നും കൂടെ കൂട്ടിയിട്ട് 29 പ്രോഫിറ്റും 24 ദിവസം നമുക്ക് ലോസുമാണ് ഈ ഒരു സ്ട്രാറ്റജി തന്നിരിക്കുന്നത്. അപ്പോൾ നെറ്റ് നമ്മൾ പ്രോഫിറ്റിലാണുള്ളത്. ഈ മാസം ഇപ്പോൾ 2.5% ലോസോടുകൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ലാസ്റ്റ് നമ്മളെടുത്ത ട്രേഡും കൂടെ അതിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് നോക്കിയിട്ട് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എടുത്തത് നമ്മൾ പറഞ്ഞു ഈ ഒരു ഏരിയയിലാണ് നമ്മൾ എൻട്രി എടുത്തത്. സ്റ്റിൽ ഇപ്പോഴും അത് ജസ്റ്റ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തേ വന്നിട്ടുള്ളൂ. ആക്ച്വലി അവിടുന്ന് എൻട്രി എടുത്തിരുന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുമായിരുന്നോ എന്ന് ചോദിച്ചാൽ
അത് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ കുഴപ്പമില്ല, നമ്മൾ എവിടെ എടുത്തിരുന്നാലും അത് ഹിറ്റായി പോകുമായിരുന്നു. അപ്പോൾ നമ്മൾ എടുക്കേണ്ട ടൈം എത്തിയിട്ടില്ലായിരുന്നു. സോ ദാറ്റ് ഇന്നത്തെ ട്രേഡ് അങ്ങനെ കലാശിച്ചിട്ടുണ്ട്. നിഫ്റ്റി 50 സ്റ്റിൽ അത് ഡൗൺ ട്രെൻഡിൽ തന്നെയാണ്, റിക്കവറി സ്റ്റാർട്ടായിട്ടില്ല. എനിവേ, നമുക്കിന്ന് ഇനി പ്രത്യേകിച്ച് ഒന്നും നോക്കാനില്ല. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്